ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്താണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ പൂർണ്ണകായ പ്രതിമയുള്ളത്. വിദ്യാധിരാജ ഇന്റർനാഷണൽ അങ്കണത്തിലാണ് 25 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദിയോടനുബന്ധിച്ചാണ് വള്ളികുന്നത്തെ വിദ്യാധിരാജ ഇന്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത്. 15 അടി ഉയരമുള്ള മണ്ഡപത്തിലാണ് 25 അടി ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കേരള നവോത്ഥാന നായകരിൽ പ്രഥമഗണനീയനായ ചട്ടമ്പി സ്വാമികളെ എല്ലാ തരത്തിലും ഭരണാധികാരികൾ അവഗണിക്കുകയാണെന്ന് വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ പറഞ്ഞു. ചട്ടമ്പി സ്വാമികൾ സമാധിയായിട്ട് 100 വർഷം കഴിഞ്ഞു. 100 വർഷമാകുമ്പോൾ പോലും അദ്ദേഹത്തിന് അർഹിക്കപ്പെടുന്ന ഒരു പ്രാധാന്യം കേരള സമൂഹമോ കേരള സർക്കാരോ ഒന്നും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രതിമ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സ്ഥാപിക്കേണ്ടതാണ്, ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ. കാരണം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് വേണ്ടി മണ്ണും കല്ലും ചുമന്ന ആളാണ് ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒന്നാമനാണ് ചട്ടമ്പി സ്വാമികൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, നാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്, മഹാകവി ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട്, വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്നു ചട്ടമ്പി സ്വാമികൾ ഒന്നാമനാണെന്ന്. ശില്പികളായ ഡോക്ടർ JD ഗോവനും സൈഗാളും ചേർന്നാണ് സ്വാമികളുടെ പത്മാസനത്തിലിരിക്കുന്ന പ്രതിമ നിർമ്മിച്ചത്. പൂർണ്ണമായും ഫൈബറിലായിരുന്നു നിർമ്മാണം. ഇത് ഞങ്ങൾ ഫൈബർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു 40 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ പ്രതിമ മൊത്തത്തിൽ നിൽക്കുന്നത്. കാരണം ഒരു 15 അടി ഉയരത്തിലുള്ള ഒരു മണ്ഡപമുണ്ട്. ഒരു 37 അടി സ്ക്വയറിലുള്ള ഒരു മണ്ഡപത്തിനകത്ത് 25 അടി ഉയരത്തിലാണ് ഞങ്ങൾ ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഏതാണ്ടൊരു 2 മാസം എടുത്തു ഈ പ്രതിമ നിർമ്മിച്ചെടുക്കാൻ. 60 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ പ്രതിമ കഴിഞ്ഞ മെയ്യിലാണ് അനാച്ഛാദനം ചെയ്തത്. ജനം, ആലപ്പുഴ.